ചാറ്റിങ് വീണ്ടും തുടങ്ങും, ഫോൺ സംഭാഷണം തുടങ്ങും, അല്ലെങ്കിൽ വരാൻ പെർമിഷൻ ചോദിക്കും, വൃത്തികേടൊക്കെ പറഞ്ഞു തീർക്കും അല്ലേ. അവസാനം ഫോണ് കട്ടാകുമ്പോൾ ശൈത്താൻ വന്നിട്ട് എന്താ പറ്റി ചെയ്തതെന്ന് ചോദിക്കും. അതിൻ്റെ പേരിൽ അങ്ങേയറ്റത്തെ മാനസിക അതൃപ്തി, നിസ്കാരത്തിൽ അത് കൃത്യമായിട്ട് അതെന്നെ കാണും അല്ലേ. അതിന്ന് മനസ്സ് പിൻവലിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ. ശൈത്താൻ വളരെ നല്ല ഡിസ്പ്ലേ തരും, അതിലങ്ങനെ കണ്ട് സുജൂദിൽ കിടക്കേണ്ട 27 രാവിന് പോലും അങ്ങനത്തെ അസ്വസ്ഥത അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും, ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഒരാൾ മദ്യപാനിയാണ് എന്നതുപോലത്തെ ഒരു പ്രതിസന്ധി തന്നെയാണ് ഒരാൾ പോൺ സൈറ്റിന് അടിമയാണ് എന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ മദ്യപാനിയെ അഡിക്ഷനിൽ നിന്ന് രക്ഷിക്കാൻ ന്യൂ ഹോപ്പിൽ കൊണ്ടുപോകുന്നത് പോലെ നമ്മൾ ആരെങ്കിലും പോയി കാണണം, തുറന്നു പറയണം. എന്നിട്ട് അതിൽ നിന്ന് രക്ഷ തേടാനുള്ള വഴികൾ നമ്മൾ സ്വയം കണ്ടെത്തണം. ചിലപ്പോൾ യൂട്യൂബുള്ള ഫോൺ ഒഴിവാക്കേണ്ടി വരും, നെറ്റ് തന്നെ ജീവിതത്തിൽ നിന്ന് പറിച്ചെറിയേണ്ടി വരും. അതിനെന്തൊക്കെ ഡിലേ ജീവിതത്തിലുണ്ടെങ്കിലും ആ ഡിലേ നമ്മൾ അനുഭവിക്കണം. വീട്ടിലുള്ള ഡെസ്ക് ടോപ്പ് മതി, അതിൽ മെയിൽ ചെക്ക് ചെയ്താൽ മതി, വാട്സാപ്പ് നമുക്ക് വേണ്ട നിൽക്കേണ്ടി വരും, യൂട്യൂബ് നമുക്ക് വേണ്ട നിൽക്കേണ്ടി വരും അല്ലേ. ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇവിടെ വലാ തഖറബു സിന, സിനയോട് നിങ്ങൾ അടുത്തു പോവുക പോലും ചെയ്യരുത് എന്നാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മൾ ഉപദേശിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇസ്ലാം വിമർശകർ എടുത്തുന്നയിക്കുന്ന ഹദീസ് നിഷേധികൾ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്. പ്രവാചകൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് എത്തി, തൻ്റെ മനസ്സിൽ ആകർഷണം തോന്നിച്ച ഒരു സ്ത്രീയെ കണ്ടപ്പോൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു വന്നു, കുടുംബവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാണ് അല്ലേ. ഇത് പ്രവാചകൻ മാന്യനല്ല എന്ന് പറയാനാണ് ഉപയോഗിക്കണേ. ഇത് ഏറ്റവും വലിയ മാന്യതയാണ് യഥാർത്ഥത്തിൽ. തനിക്ക് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് തോന്നിയ മാനസികാവസ്ഥ മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു? സ്വയം വഴി തേടുന്നു. എന്താ? ഭാര്യൻ്റെ അടുത്ത് എത്തുന്നു. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിലെ ഏറ്റവും സുരക്ഷിതമായ വഴി സ്വന്തം ഭാര്യയിലേക്കുള്ള മടക്കം തന്നെയാണ്, സ്വന്തം ഇണയിലേക്കുള്ള മടക്കാണ്. അതുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ പറയണേ, ലൈംഗികമായ ആവശ്യം ഭർത്താവിനുണ്ടെന്ന് തോന്നുമ്പോൾ അത് വകവെച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിൻ്റെ ബാധ്യതയാണ്. അല്ലെങ്കിൽ ആ രാവ് മുഴുവൻ അല്ലെങ്കിൽ ആ പകല് മുഴുവൻ മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. നമുക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ പറയാനുണ്ട്. അടുക്കള ജോലിയിലാണ് നീ എങ്കിൽ പോലും നീ അങ്ങോട്ട് വന്നോളണം എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെണ്ണിനെ വളരെ ഗൗരവത്തിൽ വളരെ ശക്തമായി ഉപദേശിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അതറിയാം. അതുകൊണ്ട് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ചിലപ്പോൾ സ്ഥിരം വീട്ടിൽ വൈകി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, ഭർത്താക്കന്മാർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു അവസ്ഥ വെച്ചിട്ട് എന്താ പറയുക, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹവുമായി ഇത്തരം വിഷയങ്ങളിലുള്ള സഹകരണങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലക്ക് അയാളെ നമ്മൾ അക്കമഡേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മളൊന്ന് കുളിച്ച് വൃത്തിയായി വരേണ്ടി വന്നാൽ പോലും നമ്മൾ അത്തർ പുരട്ടേണ്ട അവിടെ അത്തർ പുരട്ടി തന്നെ ഭർത്താവിനെ ഇത്തരം വിഷയങ്ങളിൽ സഹായിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയായി ഓരോ പെണ്ണും സ്വയം വിചാരിക്കണം എന്ന് ഞാൻ കൃത്യമായി എല്ലാവരും ഉണർത്തുകയാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഞാൻ വിചാരിച്ചതിലേറെ സമയം പറഞ്ഞു കഴിഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ വിശ്വാസരംഗത്ത് ചില ചതിക്കുഴികളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഏലസ്, ഐക്കല്ല്, ഉറുക്ക്, ഏത് സാധനം, തകിടുപ്പൊക്കെ ഓൺലൈനായിട്ട് കിട്ടും, മനസ്സിലായില്ലേ? അപ്പോൾ ചിലപ്പോൾ ഒരു ലൈക്ക് മതിയാകും. ആ ലൈക്ക് അത് നമ്മളെ തിന്മയിലേക്കും ശിർക്കിലേക്കും പരാജയത്തിലേക്കും എത്തിക്കുന്നതായിരിക്കും. വിശ്വാസരംഗത്ത് ഇന്ന് വ്യാപകമായി ഓൺലൈൻ രംഗത്ത് ഒരുപാട് ചതിക്കുഴികൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ചതിക്കുഴികൾ നമുക്കുണ്ടായിക്കൂടാ. ഇതേപോലെ പഠന രംഗത്ത് ഒരുപാട്, ഇപ്പോൾ salafipublication.com-ഉം salafipublications.com-ഉം ഒരു എസ് കൂടിയാൽ ഒന്ന് ഇഖ്വാനികളുടെ സൈറ്റായി, ഒന്ന് സലഫികളുടെ സൈറ്റായി, ഒരു എസ് കൂടിയാൽ. അതുകൊണ്ട് ഓൺലൈനിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഒതൻറ്റിക് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില കുട്ടികളൊക്കെ ഭയങ്കര തീരുമാനമൊക്കെ എടുക്കും. എന്താ? ഒന്നുമില്ല, ജനാധിപത്യം ശിർക്കാണ് അല്ലേ, ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ജീവിക്കാൻ പറ്റില്ല, അൽഹംദുലില്ലാ തൗഹീദുള്ള നാട്ടിൽ എത്തിച്ചേർന്നല്ലോ എന്ന് കമൻ്റ് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് നല്ല തന്നെയാണ്. അൽഹംദുലില്ലാ തൗഹീദുള്ള നാട്ടിൽ എത്തിച്ചേർന്നില്ലേ, സന്തോഷം, ഇവിടെ ജീവിക്കാൻ അവസരമുണ്ട്. പക്ഷേ ജീവിക്കുന്ന നാടിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു? വേണ്ടാത്തത് മുഴുവൻ പറഞ്ഞു വെക്കുന്നു. അതിൻ്റെ അസലാണ് മനസ്സിലാകാത്തത്. യഥാർത്ഥത്തിൽ എന്താ, നിങ്ങൾ ഫത്വകൾ പലതും ഉണ്ടാവും ഓൺലൈനിൽ.
ഫത്വ കൊടുക്കുന്നത് വ്യക്തിയുടെ അവസ്ഥക്കും സാഹചര്യങ്ങൾക്കൊക്കെ അനുസരിച്ചാണ്. ഞാൻ ഒന്നും കൂടി പറയണേ, ചില ആളുകൾക്ക് എന്താ അറിയോ, ഈ അസുഖമുള്ളവരെ പറ്റി പറയുമ്പോൾ ചില അതൃപ്തി കുറവുണ്ടാവും. ഇവിടെ അങ്ങനത്തെ ആൾക്കാർ ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആരും അതൃപ്തിയും തൃപ്തിയും നോക്കാൻ നമുക്ക് നേരല്ല. അള്ളാഹുവിനെ മാത്രം വിചാരിച്ചിട്ട് പറയാണ്. ഒരുപാട് ആളുകൾ പെട്ടുപോയ ഏരിയയാണ്. ഒരു അങ്ങാടിയിൽ പോയി ഇങ്ങനത്തെ ഒരു വിഷയം പറഞ്ഞാൽ ഇവിടെ എന്തിനാ അത് പറഞ്ഞത്, ഇവിടെ അത് പറഞ്ഞത്, അത് പറയേണ്ടത് ഹക്കായതുകൊണ്ടും ബാധ്യതയായതുകൊണ്ടാണ്. ചില അങ്ങാടിയിലൊക്കെ പറയേണ്ടി വരും, ഇനിയും പറയും, ഒരു സംശയമല്ല. ആർക്ക് വിഷമായാലും ആർക്ക് വേദന ആയാലും ഞാൻ കൃത്യമായിട്ട് പറയണം. നിങ്ങൾ എന്താ പറയണേ? തൗഹീദി രംഗത്ത് ആത്മാർപ്പണം നടത്തി നടന്നിരുന്ന പല കുട്ടികളും അവരിന്ന് ഇല്ല. അവരിന്ന് എത്തിപ്പെട്ട് എവിടെയൊക്കെ എത്തിപ്പെട്ടിട്ടുണ്ട്. ഈ പറയണത് നമ്മളെ മനസ്സിലുള്ള ഒരാളെ കുറിച്ചായിരിക്കും എന്ന് വിചാരിക്കണ്ട. പല ജാതി കാറ്റഗറിയാണ്. ISIS-നെ സപ്പോർട്ട് ചെയ്യുന്നവർ മുതൽക്ക് അതിനെ നിശിതമായി വിമർശിക്കുന്നവർ വരെ ഇതിലുണ്ട്. ഡെമോക്രസിയെ അംഗീകരിക്കുന്നവർ മുതൽക്ക് ഡെമോക്രസിയെ നിഷേധിക്കുന്നവർ വരെ ഇതിലുണ്ട്. സ്ഥാനാർത്ഥിയാകല് നമ്മളെ വാജിബാണ്, ഫർലാണെന്ന് വിചാരിച്ച് സ്ഥാനാർത്ഥിയായ സാധുക്കൾ വരെ ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മളെ അയലോകത്തുള്ള അല്ലെങ്കിൽ നമ്മളെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലുള്ള ഒരാളെ പറ്റിയായിരിക്കും മുപ്പരി മൊത്തം പറയണതെന്ന് വിചാരിക്കണ്ട. എന്നിട്ട് അന്നെയൊക്കെ പറ്റി തീവ്രവാദി എന്ന് പ്രസംഗിച്ചിരുന്നു എന്നും പറയണ്ട. ഇതിപ്പോൾ ആർക്കും വേർതിരിക്കാൻ കഴിയാത്ത അങ്ങനത്തെ ഒരു കുലുമാലിലാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. ഓരോരുത്തർ ഓരോ സ്റ്റൈലാണ്. 4 ആൾ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ 4 ടൈപ്പാണ്. ഓൻ അംഗീകരിക്കൂല, ഓൻ അംഗീകരിക്കൂല, മറ്റോനെ അംഗീകരിക്കൂല, അല്ലേ? ഇങ്ങനത്തെ സാഹചര്യം ഉള്ളത്. പക്ഷേ ഇത് പച്ചയായി പറഞ്ഞിട്ടില്ലെങ്കിൽ ആൾക്കാർ കുടുങ്ങിപ്പോകും. നോക്ക് നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയണേ, നബിയെ എനിക്ക് മോഷണം അല്ലാത്തതൊക്കെ ഞാൻ നിർത്തിക്കൊള്ളാം, മോഷണം നിർത്താൻ എനിക്ക് പറ്റില്ല. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നബി. മോഷണം പറ്റുമപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നബിയെ എനിക്ക് മോഷണം എനിക്ക് മോഷ്ടിക്കാൻ കഴിയണില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഓൻ നന്നായി നിസ്കരിക്കണ ആളാ. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശായി വൽ മുൻകർ. നിസ്കാരം എല്ലാ തിന്മയിൽ നിന്നും മനുഷ്യനെ കാത്തു രക്ഷിക്കും. അവൻ്റെ നിസ്കാരം കറക്റ്റാണെന്ന് എനിക്ക് അറിയായിരുന്നു, വഹയും കൂടി ഉള്ളതുകൊണ്ട്, അല്ലേ? അപ്പോൾ അവൻ മോഷ്ടിക്കൂല എന്ന് എനിക്കറിയാം. ഒരാൾ വന്ന് പള്ളിയിൽ അങ്ങോട്ട് മൂത്രമൊഴിച്ചു. എല്ലാവരും കൂടി അയാളെ നേരെ തിരിഞ്ഞു. റസൂൽ എല്ലാവരെയും മാറ്റിയിട്ട് അയാൾ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ഇത് ദിക്റും ദുആയൊക്കെ നടക്കുന്ന ഒരു സ്ഥലമല്ലേ, ഇവിടെ ഈ പണിയൊക്കെ പറ്റുമോ, അല്ലേ? അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരാൾ വന്ന് മൂത്രയിച്ചു, അവിടെ മണ്ണിട്ട് വിടാൻ പറഞ്ഞു. അപ്പോൾ പള്ളിയിൽ മൂത്രയിക്കൽ റസൂലുള്ളാഹിൻ്റെ അംഗീകാരപ്രകാരമുള്ളൊരു സുന്നത്താണ് എന്ന് പറയാൻ പറ്റുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ അടുത്ത് ഇത് എന്തിനുള്ള തെളിവാ ഈ ഹദീസ്? ഒരാൾ പള്ളിയിലോ പൊതുസ്ഥലത്തോ എന്തെങ്കിലും അരുതാത്തത് ചെയ്താൽ അയാളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അയാളെ കോളറിന് കയറി പിടിക്കല്ല വേണ്ടത്, അയാൾ അടുത്ത് വിളിച്ച് ഉപദേശിക്കുകയാണ് വേണ്ടത്, അല്ലേ? പള്ളിയിൽ നമ്മളിങ്ങനെ എല്ലാവരും ഇഫ്താറിന് വേണ്ടി ഇങ്ങനെ ഇരിക്കുക, പെട്ടെന്ന് തരിക്കഞ്ഞില്ലേ, ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് തരിക്കഞ്ഞുകൊണ്ട് പോയി, എന്തൊരു സാധനമാണത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കൂല, ഇപ്പം ആ ടാർപ്പ് മറ്റേ ആ ഷീറ്റൊക്കെ ആകെ കൊളയില്ലേ, അങ്ങനെ പറയരുത് എന്നുള്ളതിൻ്റെ തെളിവാ. പിന്നെ അത് സാരല്ലാന്ന് ഒക്കെ ശരിയാവും, നിങ്ങളെ എമ്മ വിഷമിക്കൊന്നും വേണ്ട. എന്നിട്ടോ അത് ശരിയാകാൻ അയാളെ കൂടെ ആ അജ്ജന്നോട് നേരാക്ക്, അവിടെ ഉണ്ട് തുണി പോയി എടുത്തോണ്ടെന്നോ, അല്ല, നേരെ മറിച്ച് അത് ഡീൽ ചെയ്ത് കൊടുക്കാനുള്ളതാണ് ഈ ഹദീസ്, അതിനുള്ള തെളിവാ. അപ്പോൾ ഓരോ രാജ്യത്തിൻ്റെ അവസ്ഥക്കനുസരിച്ച് പറഞ്ഞ ഫത്വകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ, നേരെ എടുത്തിട്ട് ഇത് പോസ്റ്റ് ചെയ്യും. ഇതേപോലെ എന്ത് ചെയ്യുന്ന വെച്ചാൽ വാട്സാപ്പിലൊക്കെ വരുന്ന ഹദീസ് ഉണ്ടാകും, അത് അതേപോലെ ദാരിദ്ര്യം ഒഴിവാകാൻ 31 കാര്യങ്ങൾ. ചില ആൾക്കാർ ഇത് പോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ചോദിക്കും, ഇതൊക്കെ ഇത് പറ്റുമെന്ന്. ഞാൻ എനിക്കുള്ളൊരു അനുഭവം പറയണേ, ഫേസ്ബുക്കിൽ നിന്ന് ഇയാൾ ഷെയർ ചെയ്തത് നമ്മൾ കാണുകയാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇയാളെ മെസ്സേജ്, ഇതിൻ്റെ വിധി എന്താ, ഇതൊക്കെ പ്രചരിപ്പിക്കാൻ പറ്റുമോ? ഇപ്പം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു മൂപ്പർക്ക്, ഇത് പ്രചരിപ്പിക്കാൻ പറ്റുമെന്ന് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രചരിപ്പിക്കൂലല്ലോ. ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിച്ച ഹദീസാണെങ്കിൽ കണ്ണും ചിമ്മി നമുക്ക് കൊടുക്കാം, ആരോടും ചോദിക്കൊന്നും വേണ്ട. പിന്നെ അല്ലാത്തതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അത് ഷെയർ ചെയ്തത് ആരാണ്, ഇതിനെപ്പറ്റി അറിയുന്ന ആളാണോ, എന്താ ഇപ്പം ഇതിൻ്റെ വിധി, എങ്ങനെ ഇപ്പം ഇതിൻ്റെ കോലെന്നൊക്കെ നോക്കിയിട്ട് മതി, അല്ലേ? അതേപോലെ സോഷ്യൽ മീഡിയയിൽ സംഭവിക്കുന്ന വേറൊരു അബദ്ധമാണ്, ആദ്യം പോസ്റ്റ് ചെയ്യുന്ന ആൾ ഞാനാകണം എന്നുള്ള ഒരു വല്ലാത്തൊരു മനസ്സ്. ഇനി മാസപ്പിറവിൻ്റെ ഒക്കെ സമയത്താണ് ഉണ്ടാകുക, മാസപ്പിറവി ആദ്യം പോസ്റ്റ് ചെയ്ത് ഞാനാകണം എന്നുള്ളൊരു മനസ്സ്, അതിന് ഒരുപാട് അബദ്ധങ്ങൾ വന്നു പോകും. അപ്പോൾ നമ്മളൊരു സുഹൃത്ത് മരിച്ച അദ്ദേഹത്തിൻ്റെ ജനാസ മറവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ മോനെ മറവ് ചെയ്ത് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയൻ വന്ന് കെട്ടിപ്പിടിച്ച് കരയാണ്, താത്തിയും പോയില്ലേ എന്നാണ്. അയാളെ ഭാര്യയും വളരെ എന്താ പറയുക വളരെ പ്രയാസകരമായ അവസ്ഥയിൽ ICUയിൽ കിടക്കുകയാണ്. 2 കുട്ടികളുണ്ട്. പഠിച്ചോനെ ഈ കുട്ടികളെ മൊത്തം എത്തീമിങ്ങളാക്കല്ലേ എന്നെല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവന് വേണ്ടി എത്ര പ്രാർത്ഥിക്കുന്നുണ്ടോ അത്രയും പ്രാർത്ഥിക്കുന്ന നേരമാണ്. അപ്പോഴാണ്
ഇതെന്താ, ഇത് ബസ്സിൽ നിന്ന് ഏതോ ഒരുത്ത എന്തോന്ന് കേട്ടു, ഒരാൾ ഫോൺ ചെയ്യണത്. എന്നിട്ടോ അത് അയാളാണ് പോസ്റ്റ് ചെയ്തപ്പോൾ വരികയാണ്. ശരിക്കും ഒരു തെറ്റായ മെസ്സേജ് പ്രചരിപ്പിക്കുന്നത് വഴി ചിലപ്പോൾ ഒരു മരണം പോലും ഉണ്ടാവില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു മരണം വരെ ഉണ്ടാവും. ഇപ്പം എൻ്റെ മോന് മരിച്ചു എന്ന് ഞാനുണ്ട് മെസ്സേജ് കണ്ട് എന്തായിരിക്കും സ്ഥിതി അല്ല? അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറയണത്. എനിക്ക് ഓർമ്മയുണ്ട്, മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ കോഴിക്കോട് ബസ് ഇങ്ങനെ നിൽക്കുന്നിടത്ത് എന്നിപ്പോൾ മഞ്ചേരി ഉള്ള ഒരാൾ എന്നെ വിളിച്ച്, എന്നിട്ട് ചോദിച്ച്, താജു അല്ലേ? ആ താജുവാണ്. നിങ്ങളിപ്പോൾ എവിടെ? ഞാനിവിടെ ഉണ്ട്, മഞ്ചേരി ഉണ്ടല്ലേ? ആ ആയിക്കോട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. വേറെ ഒന്ന് രണ്ടാൾ വിളിച്ചു. കോഴിക്കോട് കുറ്റിച്ചിറയിൽ സിറ്റിയിൽ താജുദ്ദീൻ എന്ന് പറഞ്ഞ പ്രവർത്തകൻ നമുക്കുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചു, അതിൻ്റെ മെസ്സേജ് പോയി. അപ്പോൾ ആരോ ഒരാൾ സലാഹി എന്നുള്ളൊരു വേർഡ് വെറുതെ ചേർത്ത് കൊടുത്ത്. അങ്ങനെയാണല്ലോ മൂപ്പരുടെ സംഭാവന എന്നുള്ള എനിക്ക്. അപ്പം ഞാൻ മരിച്ചാൽ ചോദിക്കാനും പറയാനും കുറേ ആളുണ്ടാവും എനിക്ക് മനസ്സിലായി. പിന്നെ പിന്നെ എനിക്ക് ഹരായി. ഇങ്ങനെ നിങ്ങളെവിടെ ഉള്ളത്? ഞാൻ ഇപ്പം ബർസഖെന്ന് ഏകദേശം ഇങ്ങനെ നീങ്ങിക്കൊണ്ട് മനസ്സിലായില്ലേ? നമ്മളെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, നിച്ച് ഓഫ് ട്രൂത്തിലുള്ള അബ്ദുള്ളാഖുണ്ട്, നമ്മളെ ഇക്ബാൽ സാഹിബ് വരുന്ന പോലെ ഇങ്ങനെ ക്യാമറ ഒക്കെ കൊണ്ടുവരണേ. താജു ഇപ്പോൾ എവിടെയുള്ളത്? ഞാൻ ഇങ്ങനെ ഏകദേശം ഇപ്പം ഇങ്ങനെ മുൻഗണനയ്ക്കൊക്കെ വരാൻ നിൽക്കുകയാണ്. എന്താ പ്രത്യേകിച്ച് നിങ്ങളെ പറ്റി പറയണമെന്ന് വെച്ചാൽ അല്ലേ? ആടാ. എന്നിട്ട് മൂപ്പര് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള അനുഭവമാണ് ഞാൻ പറയണത്. ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വളരെ അശ്രദ്ധമായിട്ടുണ്ട് ചെയ്തു പോകുന്ന സാഹചര്യം പലപ്പോഴും ഇത്തരം രംഗത്ത് ഉണ്ടാകാറുണ്ട്. ഹദീസാണെങ്കിലും വാർത്തകളാണെങ്കിലും എന്താണെങ്കിലും അല്ലേ? കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ കെ കരുണാകരൻ അപ്പോളോ ആശുപത്രിയിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കഴിഞ്ഞു എന്ന് വിചാരിച്ചു. മുമ്പ് ഇങ്ങനെ ക്രിട്ടിക്കലായി ഇങ്ങനെ നിൽക്കുന്ന സമയമാണ്. ഒരു കട്ടൻ ചായ കുടിച്ചു എന്ന്. കാര്യമായിട്ട് തന്ന വിവരമാണ്, ഒരു കട്ടൻ ചായ കുടിച്ചു എന്ന്. കോൺഗ്രസ്സുകാരൻ്റെ ഉള്ളിൽ കതിറിൻ്റെ കുപ്പായൊക്കെ ഒന്ന് തേച്ച് നാളെ രാവിലെ എന്തായാലും പോകണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ്. ഇപ്പം ഞാൻ കോൺഗ്രസ്സുകാരെ കുറ്റം പറഞ്ഞൊന്നും പറയണ്ട, പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോഴാണ് ഒരു കട്ടൻ ചായ ഒരു കുടിച്ചിട്ടുണ്ട് എന്ന് എന്ത് ചെയ്യണ്ടേ? നാളെ മാസപ്പുറം വേണമെങ്കിൽ ഇന്ന് മാസം കണ്ടോ അല്ലേ എന്നിങ്ങനെ ആ ഒരു ഭയങ്കര അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മഞ്ചേശ്വരം കടപ്പുറത്ത് ചന്ദ്രനെ കണ്ടു. മഞ്ചേശ്വരത്ത് കടപ്പുറല്ലാന്നെങ്കിലും മിനിമം ആലോചിക്കണ്ടേ? അതിൻ്റെ മുമ്പ് മെസ്സേജ് കൊടുത്ത ആൾ അടിയിൽ പിന്നെന്താ കാണണറിയോ? ഓൻ കള്ളുഷാപ്പിൽ നിന്ന് വെള്ളടിച്ച് വരികയായിരുന്നു, ആ വൈക്കാ കണ്ടത് അല്ലേ? ഇങ്ങനത്തെ കുറേ ആവശ്യമില്ലാത്ത തമാശയും എന്താ പറയുക, ഇൻ്റർനാഷണൽ ചളി യൂണിയനൊക്കെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഉള്ളിടത്തോളം കാലം എല്ലാം ബേജാറാണ് നമ്മൾ. ഒരാളെ പോയി കഴുത്തിൽ ഞെക്കി കൊല്ലണീന് മാത്രമല്ല കൊലപാതകം എന്നറിയാം. ചിലപ്പോൾ എന്തോ ഒരു അയാളെ പറ്റിയൊരു തെറ്റായ മെസ്സേജ് കൊടുത്താൽ മതിയാവും. അപ്പോൾ സദാചാര പോലീസും അനുബന്ധ വിഷയങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാകലുണ്ട്. ഒരുത്തം ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവനെ തല്ലണം എന്നുള്ളതിന്, നാട്ടുകാർക്ക് തല്ലാന്നുള്ളതിന് ഇസ്ലാമിലൊരു മസാലയില്ല. മനസ്സിലായില്ലേ? നമ്മളറിഞ്ഞിപ്പോൾ അതിനൊന്നും പോകണ്ടെന്ന് ഞാൻ പറയുന്നത്. ഒരുത്തന്നെ റൂമിൽ കയറിയിട്ടുണ്ട്, ഓനെൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്, ഓനെ പള്ള നിറച്ചാൻ കൊടുക്കണം. അത് ഒരിക്കലും പൊതുജനത്തെ ഇസ്ലാം ഏൽപ്പിച്ചിട്ടില്ല. അതിന് ഭരണകൂടവും കോടതിയൊക്കെ ഉണ്ട്. ഇസ്ലാമിക രാജ്യത്താണെങ്കിൽ തച്ചോനെ മുഴുവൻ തിരിച്ചു തല്ലും, ഒരു സംശയമല്ല. കൊലപാതകത്തിന് കേസെടുക്കും. എന്നിട്ട് അങ്ങനത്തെ ന്യൂസൊക്കെ വരുമ്പോൾ അത് കുറച്ചൊരു പാർട്ടി സ്പിരിറ്റും കൂടി ഉണ്ടെങ്കിൽ വേഗം CPM ആണോ കോൺഗ്രസ് ആണോ ലീഗാണോ എന്നൊക്കെ നോക്കും. ഇപ്പം നമ്മൾ കാണുന്നതാണ് ഞാനീ പറയണത്. ഫേസ്ബുക്കിൽ ഇന്നലെയും മിഞ്ഞാന്നൊന്നൊക്കെ കാണുന്നതാണ് ഞാനീ പറയണത്. ആരാപ്പത് മലയാളത്തിൽ ഖുത്തുബ കേൾക്കണോടത്ത് പോകണമെന്നിപ്പോൾ അതിലുണ്ടെന്ന് ഞാൻ പറയണേ. എല്ലാവരും കൂടി ഉണ്ടെന്നല്ല. നമ്മൾ ഇങ്ങനത്തെ അബദ്ധങ്ങളിൽ പെട്ടുകൂടാ, നമ്മൾ അങ്ങനെ ആയിക്കൂടാ. ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈദ് കിസ്വ എങ്ങനെ ലോഞ്ച് ചെയ്ത് ഒരു സുഹൃത്ത് വിളിച്ചിട്ട് കുറച്ച് പൈസ ഉണ്ട് പാവപ്പെട്ട കുട്ടിക്ക് ഡ്രസ്സ് കൊടുക്കാൻ, എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അപ്പോൾ ഒരു ഭാരവാഹിക്ക് തോന്നി. അയാൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ടുണ്ട്, ഒരു കുറിപ്പ് എഴുതി, ഈ ഇതിന് അവരും ഒരു കുപ്പായ ഇട്ടോട്ടെ, അനാഥകൾ പാവങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കുറിപ്പ് എഴുതി. ആ കുറിപ്പിൽ കാണാം ഇപ്പോൾ പാലാ ബസ്സിൻ്റെ ലൈറ്റ് സ്റ്റാൻഡിലേക്ക് വരുമ്പോൾ കണ്ണ് തിരുമ്മി എഴുന്നേൽക്കുന്ന കുഞ്ഞുങ്ങളെ ഞാനിപ്പോൾ കാണുന്നു എന്നൊക്കെ കമൻ്റ് അതിലുണ്ട്. അത് എഡിറ്റ് ചെയ്യപ്പെടാത്ത ഫേസ്ബുക്ക് കമൻറ്റുകളിൽ അത് കാണാൻ പറ്റും. അത് പിന്നീട് പോസ്റ്റ് ചെയ്യപ്പെട്ടു, അത് ഇഷ്ടം പോലെ ഷെയർ ചെയ്യപ്പെട്ടു. അതിന് ഈദ് കിസ്വ എന്ന് പേര് കൊടുത്തുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ആ സാധനം പോസ്റ്റ് ചെയ്തു. 2 ഭാരവാഹികൾ ഡിസ്കസ് ഈദ് കിസ്വ എന്ന് പേര് കൊടുത്തല്ലാന്ന് പറഞ്ഞിട്ടു. ഇന്ന് എവിടെത്തി? കോടികൾ പിരിയുന്നുണ്ട് അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഒരു 10 എണ്ണം വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള അവസ്ഥ നമുക്ക് അൽഹംദുലില്ലാ എന്നുണ്ട്. 10-21,000-ലധികം ഉറുപ്പ്യ നമ്മളെ കുട്ടികൾ ഇവിടുന്ന്
വാങ്ങിയെന്ന് അബ്ദുവിൻ്റെ അടുത്ത് ഞാൻ വന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ ഒരു ഈദ് കിസ്വൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരു തല്ലിപ്പൊളി പരിപാടിയാണ്, മോശമാണ്. ഒരു പെരുന്നാളായിട്ടൊരു കുട്ടി, ഒരു സാധു കുട്ടീനെ സഹായിച്ചിട്ടില്ലെങ്കിൽ മോശമാണ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തെ എത്തിക്കൽ തന്നെയാണ് നമ്മൾ ലക്ഷ്യം വെച്ച്. അവിടേക്ക് തന്നെയാണ് പോക്ക്. അത് സോഷ്യൽ മീഡിയ വഴി തന്നെ കിട്ടണേ. ഇപ്പോൾ ഷെൽട്ടർ പ്രവർത്തനങ്ങൾ എന്താ, ഇതൊരു വിധവക്ക് കിടക്കാനുള്ള വീടാണ്, ഇതിൽ തന്നെ ആ വിധവ കിടക്കണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, കിടക്കണ്ട എന്ന് സമുദായം പറയണേ. അത് സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ തന്നെയാണ്. നമ്മുടെ സുഹൃത്തുക്കൾ ഇറക്കിയ ചില വീഡിയോസ് ഉണ്ട്, 1 മിനിറ്റ് 2 മിനിറ്റ് വീഡിയോസ്, എത്ര 5 ലക്ഷം 6 ലക്ഷം ആളുകളൊക്കെ കണ്ടത്. ആരാണ് അള്ളാഹു? ഒരു വീഡിയോ അവൻ്റെ വോയിസ് കൊടുത്തിട്ട് അവൻ ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രകാശത്തിൻ്റെ പ്രഭാതം തേടുന്ന ഡോക്യുമെൻ്ററി നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ 1 മണിക്കൂർ കൊണ്ട് 5000 ആളെ കണ്ട്. ഇപ്പോൾ അവസാനം പീസ് റേഡിയോ 10,000-ൻ്റെ 29,000-ൻ്റെ ഇടയിൽ ശ്രോതാക്കൾ എല്ലാ ദിവസവും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു നിലനിർത്തി തരുമാറാട്ടെ. ആരാ കേൾക്കണേ? പീസ് റേഡിയോ സ്ഥിരം കേൾക്കുന്ന ആൾക്കാരൊന്ന് കൈയൊക്കി, ഞാൻ പറഞ്ഞത് ആരാ കേൾക്കണതെന്ന്. ഒന്ന് കണ്ടാളി നിങ്ങൾ. അപ്പോൾ കേൾക്കണത് ആരാ? നമ്മളാൾക്കാരല്ല കേൾക്കണത്. നമ്മളെന്താ കേൾക്കാത്ത? ഫോണില്ലേ? ഫോണുണ്ട്. നെറ്റില്ലേ? നെറ്റുണ്ട്. ഒക്കെ ഉണ്ട്. ഇനി നെറ്റൊന്നും ഇല്ലെങ്കിലും നമ്മൾ വീട്ടിൽ കറണ്ട് എടുക്കുന്നത് പോലെ, വീട്ടിൽ ഗ്യാസ് കണക്ഷൻ എടുക്കുന്നത് പോലെ ചെയ്യേണ്ട ഒരു കാര്യം അത്. ഒരു ഫോൺ ഇങ്ങോട്ട് വാങ്ങുക, ഈ പർപ്പസിൽ മാത്രം. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക, ഒരു ബോക്സും വെക്കുക. നിങ്ങൾ അടുക്കളയിലൊന്ന് വെച്ച് നോക്കുക. എന്താ ചർച്ച ചെയ്യണേ? സംശയ രോഗം. അതാ ചർച്ച ചെയ്യണേ, ഭാര്യൻ്റെയും ഭർത്താവിൻ്റെയും. എന്താ കാരണം? 90 20 840 840 എന്ന് പറഞ്ഞ നമ്പറുണ്ട്. നമ്പർ വഴി വരികയാണ് ചോദ്യം. സ്നേഹത്തടങ്കലിലെ താമസക്കാർ എന്നാണ് അടുത്തൊരു സംഭവം. കാമുകന്മാർ ചോദിക്കുന്നു, പ്രണയം തെറ്റാണോ? അത് ചോദിക്കണേ, വാട്സാപ്പിലാണ് ചോദിക്കുക. ഞെക്കി പിടിച്ചിട്ട് +2 കാരൻ ചോദിക്കുക. അതാണ് ചർച്ചയാക്കുന്നത്. സ്നേഹക്കൂടൽ കേസ് സ്റ്റഡികളാണ് നടക്കുന്നത്. പക്ഷേ അത് കേൾക്കാൻ നമുക്ക് നേരം കിട്ടില്ല. നമ്മൾ സമയം കിട്ടണ്ടെന്ന് നമ്മൾ പറയണത്. ഇതിന് സമയം കിട്ടില്ലെങ്കിൽ ഏതിനാ കിട്ടുക? നിങ്ങളുടെ അടുത്തൊരു ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ യാത്രയിൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഒരു ബഫറിങ് ഉണ്ടാവില്ല. നിങ്ങൾ നോക്കിക്കോ, ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. ടെക്നിക്കലി ബഫറിങ് ഉണ്ടെങ്കിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യും. അത് ക്ലിയർ ചെയ്യാൻ 24 hours നമ്മുടെ സുഹൃത്തുക്കൾ സജ്ജമായി നിൽക്കുകയാണ്, അവരെ ജോലി തിരക്കുകൾക്കൊക്കെ ഇടയിൽ. ബഫറിങ്ങും ഇഷ്യൂ ഒന്നും യഥാർത്ഥ ഹെഡ്സെറ്റ്. ഞാൻ പീസ് റേഡിയോ കേൾക്കുന്ന ആളാണ്. ഞാൻ ദിവസം ഒരു 6 മണിക്കൂറെങ്കിലും പീസ് റേഡിയോ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്. നമുക്കുണ്ടല്ലോ ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെ. എന്താ, നേരെ ഹെഡ്സെറ്റ് വെച്ചിടും, ടാബിലേക്ക് കണക്ട് ചെയ്തിടും, റേഡിയോ കേൾക്കണം. കാരണം ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് പോകണമാണ്. ചെറിയ ഉത്തരവാദിത്തങ്ങളൊക്കെ നമുക്ക് ഉള്ളതുകൊണ്ട് പടച്ചോൻ്റെ അടുത്ത് ജവാബും കൂടി പറയാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടാവും. ഇനി നിങ്ങൾ കാറിലാണോ പോണത്, ഒരു നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ഓക്സ് കേബിൾ കണക്ട് ചെയ്തിട്ടാൽ സംഭവം സിമ്പിളായിട്ട് നടക്കും. അപ്പോൾ അതെന്താ, ഒരു ഷോപ്പ് പോയിട്ടൊന്ന് വാങ്ങണം. സ്വന്തം കാറുണ്ട്, ഇനിയിപ്പോൾ ഒരു തോട്ടി വാങ്ങാനോ അവരടുത്ത് പൈസ ഇല്ലാത്ത, ഒരു ബോക്സ് വെക്കണം. അതിനുള്ള നേരെ നമ്മൾ കണ്ടെത്തുന്നില്ല എന്നുള്ള പ്രശ്നം. എല്ലാവർക്കും നടക്കും ഇഷ്ടം പോലെ. ഒരു ദിവസങ്ങൾ കേൾക്കും, പിന്നെ നിങ്ങൾ കേൾക്കും ഇൻഷാ അല്ലാഹ്. അത് നമ്മളെ പ്ലാനിങ്ങിൻ്റെ പവറൊന്നുമല്ല, പടച്ചോൻ തന്ന തൗഫീഖാണ്. പീസ് റേഡിയോക്ക് ഒരു ഡിവൈസ് വേണം, ഇങ്ങനെ ഞെക്കിയാൽ ഓണാണ്, ഒരു ഡിവൈസ് വേണം എന്ന ആശയം വന്നു. ആ ആശയം അവതരിപ്പിക്കപ്പെട്ടു. അതിൻ്റെ പൈസ ഫുള്ള് തരാൻ വേണമെങ്കിൽ ഒരാൾ റെഡിയാണ്. നമുക്ക് വാങ്ങാൻ മാത്രമേ പേടിയുള്ളൂ. ഒരു 40 ലക്ഷം റുപ്യ. എന്താ, അയാൾക്ക് അയാളെ കുടുംബത്തിലുണ്ടായ അയാളെ അനുഭവമാണ് അയാളെ അതിന് പ്രേരിപ്പിക്കണത്. എത്രയോ എക്സ്പീരിയൻസ് നമ്മളെ മുന്നിലുണ്ട്. ആർക്കത് ഉപകാരപ്പെടുന്ന നിങ്ങൾ? ഒരു ചരക്ക് ലോറി കോഴിക്കോട്ടു നിന്ന് കോയമ്പത്തൂരിലേക്ക് ഒന്നും ഡ്രൈവ് ചെയ്യണ ഒരാൾ, ഒരു EK സുന്നി കുടുംബത്തിൽപ്പെട്ട ഒരാൾ, അയാളെ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു. അപ്പോൾ ഞാനിങ്ങനെ റേഡിയോ ഓൺ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. റേഡിയോ ഞാൻ കേൾക്കലുണ്ട് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എന്താ പരിപാടി എന്ന് വെച്ച് ഞാൻ ലോറിയിലാണ് ഘടിപ്പിച്ചു, ബോക്സാണ്ട് വാങ്ങി. ഹറം ഇമാം ലോഞ്ച് ചെയ്തതായപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ്. അതിപ്പോൾ എന്ത് മുജാഹിദിൻ്റെ ആണെങ്കിലും അല്ലേ. അപ്പോൾ അദ്ദേഹം പറയാം, ഞാൻ അങ്ങനെ കേൾക്കും. ഇപ്പം എനിക്ക് രാത്രിയുള്ള കൂട്ടുകാരൻ പീസ് റേഡിയോയാണ്. എനിക്കൊരു ഖുറാൻ ക്ലാസ് ഇല്ല, എനിക്കൊരു ജുമ അല്ല. ഞാൻ മലയാളത്തിൽ ഖുത്തുബക്കൊക്കെ പോണ ആളാണ്, നാട്ടിലൊക്കെ ഉണ്ടാവുമ്പോൾ. അതൊന്നുമില്ല, ഒക്കെ ഉണ്ട്. ഇപ്പോൾ ജുമാ ഖുത്തുബ ഉണ്ട്, അൽ മിമ്പർ, ഹൃദയവസന്തം, QHLS ഉണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാതും ഉണ്ട് എനിക്ക്. കുട്ടികൾക്കുള്ള പരിപാടി, മുതിർന്ന ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട്, എല്ലാതും ഉണ്ട് അല്ലേ. ഇതേപോലെ പാതിരാത്രി വരെ നീളുന്ന എൻ്റെ ജോലി സ്ഥലത്ത് എനിക്കിപ്പോൾ കൂട്ടി പീസ് റേഡിയോയാണ്. അടുക്കളയിൽ നിന്ന് എത്രയോ പ്രതികരണങ്ങൾ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും. വെറുതെ ഡയലോഗ് പറയണല്ല ഞാൻ. ക്വിസ് കോമ്പറ്റീഷൻ വന്നപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി. ടെക്സാസിൽ നിന്നുള്ള സഹോദരിക്കാണ് ഇന്നലെ എന്ത് ചെയ്ത് ക്വിസ് കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടിയത്. ഹൈദരാബാദ്, ബാങ്കോക്ക്, ഇങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ ഇതിൽ ജോയിൻ ചെയ്യാണ്. ഇതിൻ്റെ മധുരം അറിഞ്ഞിട്ട് കൂടാ. നമ്മൾ നമുക്ക് എത്തണമില്ല, നേരമല്ല, സമയമല്ല, നമ്മളെ സ്ഥിരം പല്ലവികളാണ്. ഒരു കാര്യം ഉറപ്പാണ് സുഹൃത്തുക്കളെ,
നമ്മളൊരു ഫൈസൽ മൗലവിൻ്റെ തിരക്ക് നിങ്ങൾക്ക് അറിയാലോ, ഫൈസൽ മൗലവി ആഴ്ചയിൽ ഒരിക്കൽ വരുന്നുണ്ട്. ഹാരിസ് ബിൻ സലീമിൻ്റെ തിരക്ക് നിങ്ങൾക്ക് അറിയാലോ, ഡെയിലി പരിപാടിയുണ്ട്, പുറത്ത് വേറെയും പരിപാടിയുണ്ട്. എന്താ സ്റ്റുഡിയോയിൽ തന്നെ വന്ന് റെക്കോർഡ് ചെയ്യേണ്ട നിർബന്ധം നമ്മൾ വെച്ചത്? ശുദ്ധമായ ശബ്ദം കൊടുത്താൽ തന്നെ മനുഷ്യന്മാർ കേൾക്കും, ഒരു മുട്ടും പാട്ടും വേണ്ടാന്ന് തെളിയിക്കാനാ. അൽഹംദുലില്ലാഹ് അതിവിടെ തെളിഞ്ഞു കഴിഞ്ഞു. 10,000-ങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കണേ. ഈദ് പരിപാടിയുടെ റെക്കോർഡിങ്ങിൻ്റെ ഇടയിൽ ഞാൻ പോരുന്നത്. ഷെരീഫ്ക്കാർ അവിടെ വന്നിട്ടില്ല. എന്താ നമുക്ക് പറയാം, ഏറ്റ പരിപാടിക്ക് വന്നിട്ടില്ല. ആ സാധു ഇന്നലെ ഇന്നൊക്കെ രാത്രിയും പകലൊക്കെ ഉറപ്പ് വെച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനും ഓനും കൂടി വരാതാണ്ട, ഞങ്ങളിൽ ആരാ വരണ്ടെന്ന് ചോദിച്ചാൽ നൗഷാദ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. ഞങ്ങൾ രണ്ടാളും വരില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ വരണമെന്ന് പറയല്ലോ. അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു മാനേജ്. അങ്ങനെയുള്ള നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണേ. അപ്പം എന്നാൽ പിന്നെ നിങ്ങൾ പോരെന്ന് പറഞ്ഞാൽ ഞാൻ പോന്നു അല്ലേ. എന്താ എത്രയോ ആളുകൾ, കുട്ടികൾ പാട്ട് അയച്ചിട്ടുണ്ട്, ആളുകൾ അനുഭവങ്ങൾ അയച്ചിട്ടുണ്ട്. രാവിലെ ശനിയാഴ്ച രാത്രി 7:55 മുതൽ തുടങ്ങും. ഞങ്ങൾ കേൾക്കും. ഇറച്ചിക്ക് പോകുമ്പോൾ അത് ചെവിയിൽ വെക്കാം. സൗകര്യം ആലോചിച്ച് നിങ്ങൾ. ഇറച്ചിൻ്റെ ക്യൂവിൽ നിൽക്കുമ്പോൾ അത് ചെവിയിൽ വെക്കാം. എപ്പോഴും പഠനമാണ്. ഫൈസൽ മൗലവിനൊക്കെ പോലത്തെ ആളുകൾ ഇതിലെത്തണമെങ്കിൽ 30 ദിവസം 36 പരിപാടിയുള്ള ആളുകൾ സുഹൃത്തുക്കളെ വന്ന് റെക്കോർഡ് ചെയ്യാണ്. അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനിയുടെ ചുവരെഴുത്ത് എന്നുള്ള എപ്പിസോഡ് ഇപ്പോൾ പോകുന്നുണ്ട്. എടുത്ത എപ്പിസോഡ് മുഴുവൻ ബുറൈദയിലേക്ക് 1000 കിലോമീറ്റർ യാത്ര ചെയ്ത് പോയിട്ടാണ് മൂപ്പര് ബൈ റോഡ് യാത്ര ചെയ്ത് പോയിട്ടാണ് റെക്കോർഡ് ചെയ്ത്. അവർക്കൊക്കെ ഇത് മനസ്സിലായിട്ടുണ്ട്. നമ്മളെ പണ്ഡിതന്മാർക്ക്, നമ്മളെ ഉസ്താദുമാർക്ക്. ഒരു സത്യം കൂടി നിങ്ങളോട് പറയണേ, ഒരു സ്കോളർക്കും അതിൻ്റെ ചാർജുള്ള ഒരാളെന്ന് കേൾക്കാൻ പറയാം, ₹1 നമ്മൾ ടീ കൊടുക്കല്ല. നമ്മുടെ അടുത്ത് പൈസ അല്ല, ഓരോരുത്തരും അവരുടെ ഒരു ഓഹരി തരികയാണ്. അവരുടെ ഒരു ഓഹരി. എന്താ ആ പണ്ഡിതന്മാരുടെ ഓഹരി? കഷ്ടപ്പെട്ട് വരിക. ഇപ്പോൾ ചോദ്യോത്തരുണ്ട് സാദിഖ് മദീനിൻ്റെ. ഇനി അത് ആഴ്ച തോറും എല്ലാ ദിവസവും 1 മണിക്കൂർ ചോദ്യമാകാൻ പോവാ. സാദിഖ് മദീനിനോടുള്ള ചോദ്യം എന്താ? മൊബൈൽ ഫോൺ ഖുർആൻ ഉണ്ട്, ഖുർആൻ കിടന്നു ഓതാൻ പറ്റുമോ? ഞാൻ റേഡിയോയിൽ ഇങ്ങനെ കേൾക്കണ ചോദ്യം. ഞാൻ അങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ, നമ്മളൊക്കെ ഇത്തഖുല്ലാ എന്ന് പറയുന്ന ജനങ്ങളെ സൂക്ഷ്മത ഞാനൊന്നും ഇത്ര ആലോചിച്ചിട്ടില്ല. കടന്നു ഖുർആൻ, ഞാനൊക്കെ ഒരുപാട് കടന്നു ഖുർആൻ ഓതിയിട്ടുണ്ടാവും. ഇതിൻ്റെ ഹുക്കും എന്താണെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. ഇവരോടൊക്കെ ഇത്തഖുല്ലാ എന്ന് പറയാനുള്ള യോഗ്യത ഇപ്പോൾ എനിക്കുണ്ടോയെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ച്. അപ്പോൾ സാദിഖ് മദീനി ഇങ്ങനെ മറുപടി കൊടുക്കുക, കടന്നു ഓതാം. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. എന്താ ഉത്തരം? ആയത്തായാലും ഇനി എന്താ പ്രമാണം? ഹദീസല്ലേ. ആയിഷാ ബീവിൻ്റെ മടി കിടന്ന് പ്രവാചകൻ ഖുർആൻ ഓതിയിരുന്നു. എന്നിട്ട് അവസാനം എൻ്റെ ക്ലോസിങ്. അതിൻ്റെ അർത്ഥം എന്നും എല്ലാവരും കടന്നു ഓതണം എന്നൊന്നുമല്ല. ആർക്കാ? +2 പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടാകും. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഓനുള്ള മറുപടിയാണ്, മുന്നിൽ കണ്ടിട്ടുള്ള മറുപടിയാണ്. ഇങ്ങനെ ഓരോന്നും സ്ത്രീകളുടെ ഹൈദ്, നിഫാസ്, നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഇനി മൗലവിൻ്റെ അടുത്തേക്ക് തിങ്കളാഴ്ചത്തേക്ക് പോകണ്ട. 90 20 840 940 പോസ്റ്റ് ചെയ്യുക. ഡോർ ടു ഡോറിന് പോയി ഒരു വീട്ടിൽ നിങ്ങളിത് പരിചയപ്പെടുത്തി. നിങ്ങളെ ഫോളോ അപ്പ് വലിയൊരു ഏരിയ കഴിഞ്ഞു. ബസ്സിൽ ഒരാളെ കണ്ടു, നിങ്ങൾ പരിചയപ്പെടുത്തി, അയാൾക്കൊരു പരിപാടി ഇൻട്രസ്റ്റ് ആയി. നിങ്ങളെ കുടുംബങ്ങളിലുള്ള ആളുകൾക്ക് ഇത് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതൊരു വലിയ ദൗത്യമായിട്ട് ഏറ്റെടുത്ത ആൾക്കാരുണ്ട് അല്ലേ. നമ്മളാരും ₹1 പീസ് റേഡിയോക്ക് കൊടുത്തിട്ടില്ലല്ലോ. 45 ലക്ഷം റുപ്യ സ്റ്റുഡിയോക്ക് മാത്രം ചിലവുണ്ട്. ഒരു മാസം 4 ലക്ഷം റുപ്യ ചിലവുണ്ട്. എങ്ങനെയാണ് നടന്നുകൊണ്ട്? നമുക്ക് ഒരാളടുത്തേക്കും പിരിവിനെ നമ്മൾ ഈ ദിവസം വരെ ചെന്നിട്ടില്ല. നിങ്ങൾ ഇത്ര റുപ്യ തരുന്ന അറിഞ്ഞിട്ട്. പിന്നെ വിദേശ രാജ്യത്തൊക്കെ നമ്മളെ സുഹൃത്തുക്കൾ ചെറിയ നിലക്കുള്ള കളക്ഷനും കാര്യങ്ങളും ബാക്കി കൊണ്ടുവന്നേരാണ്. ഇപ്പോൾ 50,000 റുപ്യ ഒരാളെന്നല്ല എൻ്റെ കൈ തന്നു. ഞാൻ ചോദിച്ചു റേഡിയോ കേൾക്കലുണ്ടല്ലോ എന്ന് വെച്ചു. റേഡിയോ കേൾക്കലുണ്ടായിരുന്നു. കേട്ടാൽ മതി. ഒരു ദിവസം ഓടാൻ 17,000 റുപ്യാണ്. 17,000 റുപ്യ 12 മാസം കൊണ്ട് തരാൻ പറ്റിയ പലരും ഉണ്ട്. അല്ലെങ്കിൽ നേരെ അതിൻ്റെ നേർപകുതി തരാൻ പറ്റിയ ആൾക്കാരുണ്ട്. ഒരു 8,500 റുപ്യ തരാൻ പറ്റിയവരുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിനിറ്റിന് 12 റുപ്യ. എന്താ ഇപ്പോൾ ഒരു ഓൺലൈൻ റേഡിയോക്ക് ഇത്ര വലിയ ചിലവ് എന്നാ? പെരുന്നവണ്ണൊക്കെ വരുമ്പോൾ ആ വൈക്കൊക്കെ ഒന്ന് വരിങ്ങൾ നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് വരിക, അവിടെയൊക്കെ ഒന്ന് കാണുക. അതിന് സ്റ്റാഫുണ്ട്, അതിന് ഇൻ്റർനെറ്റ് ചിലവുകളുണ്ട്, ബാക്കി ബാധ്യതകളുണ്ട്, സ്റ്റുഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. എല്ലാം കൂടി വരുമ്പോൾ ആ ഒരു ബാധ്യത നമുക്ക് വരും. ഒരു മിനിറ്റിന് 12 റുപ്യ. ആ ഒരു 12എങ്കിലും തരാൻ പറ്റാത്തവരുണ്ടാവില്ല. അങ്ങനെ സെൽഫികൾ തരുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ സംരംഭം യഥാർത്ഥത്തിൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഒന്ന്, നിങ്ങൾ കേൾക്കുക. നമ്മളെ വീട്ടിലൊരു സിസ്റ്റം ഉണ്ടാക്കുക. ഒരു 6000-ൻ്റെ 7000-ൻ്റെ ഒരു ഫോൺ വാങ്ങിയിട്ട് അവിടെ വെക്കുക. ഒരു ബോക്സും കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഉള്ളൊരു ഫോണ് അതവിടെ അങ്ങനെ ആക്കുക, തീരുമാനിക്കുക. അത് ഇന്ന് തന്നെ അതിലൊരു സ്റ്റെപ്പ് എടുക്കുക. 2, നമ്മൾ യാത്രാവേളയിൽ കേൾക്കാൻ ഒരു കേബിൾ ഒരു ഹെഡ്സെറ്റ് വാങ്ങുക. 3, നമ്മൾ ചെയ്യേണ്ട എന്താ അറിയോ? വാഹനമൊക്കെ ഉണ്ടെങ്കിൽ വാഹനത്തിൽ അത് സെറ്റ് ചെയ്യുന്ന ഒരു രൂപം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? അത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. അപ്പോഴാണ് നമുക്ക് യോഗ്യത ഉണ്ടാകുക. നമ്മളെ കുടുംബ ഗ്രൂപ്പിലൊക്കെ അത് ഷെയർ ചെയ്യുക. ഞാനിപ്പോൾ ഇന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പറപ്പൂരിൻ്റെ ഒരു നോമ്പനുഭവം ഉണ്ടായിരുന്നു. അതിൽ കേട്ട ആളുകൾക്ക് ഒരുപാട് പാഠം കിട്ടിയിട്ടുണ്ടാകും. അതിൽ ഇനിയിപ്പോൾ മൂപ്പരെ പെരുന്നാൾ അനുഭവം വരാൻ പോകുന്നുണ്ട്.
ബഹുമാനനായ കരുവള്ളി മുഹമ്മദ് മൗലവിൻ്റെ പെരുന്നാൾ അനുഭവങ്ങൾ നമ്മൾ കൊടുത്തിരുന്നു. ചെറിയ കുട്ടികളുടെ പരിപാടികൾ അതിൽ വരുന്നുണ്ട്. ആഴമുള്ള വൈജ്ഞാനിക പരിപാടികളും വിനോദവും ഒക്കെ വരുന്ന രീതിയിലാണ് അൽഹംദുലില്ലാഹ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ഇതിൻ്റെ പരമാവധി പബ്ലിസിറ്റി നമ്മളൊക്കെ അപ്പോൾ പീസ് റേഡിയോൻ്റെ കുപ്പായിട്ടാണ് ഇക്ബാൽ ഇരിക്കണത്. ഒരു പ്രചാരണമാണത്, ഒരു പ്രചാരണമാണ്. നമുക്ക് പറ്റുന്ന ഇത്തരം എല്ലാ രീതികളിലും എന്ത് ചെയ്യുക, നമ്മൾ എഴുതി വെക്കുക, നമ്മൾ ഇടപെടുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, വിശ്വാസികളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അമീൻ അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.